വെൽക്കം ടു മല്ലു ക്യൂളർ. നമുക്ക് ബാസ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് സ്പോർട്ടും മുണ്ടോ ഡിപ്പോർട്ടീവ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാർസ മുറീക്കിനെയും അതേപോലെ തന്നെ സോർലോത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഫാൻസൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് ഹാലൻഡിനെ പിന്നെ ഹൂലിയൻ അൽവാരസിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം മുറീക്കിയിലേക്കും അതേപോലെ തന്നെ സോർലോത്തിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാർസൻ്റെ ഇപ്പോഴത്തെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത് ജൂലിയൻ അൽവാരസിനെ എങ്ങനെയും ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ആ ട്രാൻസ്ഫർ ഫെയിൽ ആവുകയാണെങ്കിലാണ് സോർലോത്തിലേക്ക് മുറീക്കിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഫസ്റ്റ് തന്നെ ജൂലിയൻ അൽവാരസിൻ്റെ കേസ് വളരെ റിയലിസ്റ്റിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 100 മില്യൺ പ്ലസ് കൊടുത്തിട്ട് അത്ലറ്റിക്കോ വാങ്ങിയൊരു പ്ലെയറാണ്. അവരെ നിലവിൽ അവരെ സമ്മറിലെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും ഈ ഒരു പ്ലെയറിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലെയർ സമ്മറിൽ ക്ലബ് വിട്ട് പോവില്ല എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ ടീമുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ പറയുന്നത് ഇനിയിപ്പം ക്ലബ്ബ് വിടണം എന്നുള്ളൊരു തീരുമാനം ജൂലിയൻ അൽവാരസ് എടുത്തു എന്ന് വിചാരിക്കട്ടെ, ഒരിക്കലും ലാലിഗയിലേക്ക് സെല്ല് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. ബാഴ്സയിലേക്കോ റയലിലേക്കൊന്നും അവർ ഒരിക്കലും സെല്ല് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അവർ പ്രിഫർ ചെയ്യുക പ്രീമിയർ ലീഗിലേക്കുള്ള ഒരു എക്സിറ്റ് ആയിരിക്കും എന്നാണ്. അപ്പം അത് ഒന്നാമത്തെ കാര്യം, അവർ നമുക്ക് സെല്ല് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ പ്ലെയറിൻ്റെ പ്രൈസ് ടാഗ്, ഇത് രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അൺറിയലിസ്റ്റിക് ആണ് ഈ ഒരു സൈനിങ്. സപ്പോസ് നമുക്ക് ഈ ഒരു സീസണിൽ നമുക്കൊരു സ്ട്രൈക്കർ മതി, ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പൈസ റൈസ് ചെയ്തിട്ട് ഈ പ്ലെയറെ സൈൻ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് വേണം, നമുക്ക് മേ ബി വിങ് ബാക്കിൽ അഡീഷൻസ് വേണ്ടി വന്നേക്കാം, നമുക്ക് ലെഫ്റ്റ് വിങ്ങർ നിർബന്ധമായിട്ടും വേണം. അപ്പം ഇങ്ങനത്തെ അഡീഷൻസ് ഒക്കെ നമ്മുടെ ടീമിൽ ആവശ്യമുള്ള സമയത്ത് ഒരു സ്ട്രൈക്കർക്ക് വേണ്ടി 100+ ഒക്കെ മുടക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് പറ്റൂല. ഓക്കെ, നമ്മളുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരു സ്ട്രൈക്കറേയും ഒരു വിങ്ങറേയും പ്ലസ് ഒരു സെൻറ്റർ ബാക്കിനെയും ഈ മൂന്നാളെ കൂടെ എങ്ങനെ 100 മില്യൻ്റെ ഉള്ളിൽ കൊണ്ടുവരാമെന്നായിരിക്കും. ഓക്കെ, അപ്പം ഒരു പ്ലെയറെ മാത്രം 100+ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. 100 എന്നൊന്നല്ല, അവർ 150 അങ്ങോട്ടൊക്കെ ചോദിക്കും. ഓക്കെ, അങ്ങനെ വർത്തുള്ള ഒരു പ്ലെയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂലിയൻ അൽവാരസ്. അപ്പം അൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മൾ സോർലോത്തിനെയും അതേപോലെ തന്നെ മുറീക്കിനെയും നോക്കുന്നത്. സോർലോത്തിൻ്റെയും മുറീക്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ രണ്ടാളും കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ഫിസിക്കൽ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. രണ്ടാളും 194-195 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. അത് അവർക്ക് ബോക്സിൽ കൊടുക്കുന്ന ഒരു എഡ്ജ് ഭയങ്കര വലുതാണ്. ഭയങ്കര ഫിസിക്കൽ സ്ട്രൈക്കർമാരാണ്. ഡിഫൻഡേഴ്സിനെ എപ്പോഴും ഫിസിക്കലി ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. ഏരിയൽ സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലെയേഴ്സാണ്. ഇതിലിപ്പം സോർലോത്തിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ സബ് എന്ന ലേബലിൽ കിഡിലൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് സോർലോത്ത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് അൽവാരസിനെ കിട്ടിയില്ലെങ്കിൽ ഫ്ലിക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്തായാലും ഫ്ലിക്കിൻ്റെ ഒരു സ്ട്രൈക്കർ പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിസിക്കലായിട്ടുള്ള സ്ട്രൈക്കറാണ്. ഫിസിക്കലായിട്ടുള്ള ഓപ്പണൻസിനെ ഫിസിക്കൽ ബാറ്റിൽ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും റാദർ ദാൻ സമ്മൺ ലൈക്ക് ഫെറാൻ ടോറസ് അത്ര ഫിസിക്കലൊന്നുമല്ലല്ലോ. അപ്പം ഒരു പ്രോപ്പർ ഗോൾ സ്കോററെ, ഒരു ഗോൾ പോച്ചറെ, ഒരു ബോക്സിനുള്ളിലുള്ള ഒരു മോൺസ്റ്ററെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിക്കിന് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സോർലോത്തിലേക്കും മുറീക്കിലേക്കും വന്നിട്ടുള്ളത്. സോർലോത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2028 വരെ കോൺട്രാക്റ്റ്. നമ്മളും അത്ലറ്റിക്കും തമ്മിൽ നല്ല ബന്ധമാണ്. ഓക്കെ, അൽവാരസിനെ നമുക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം ബന്ധത്തിൻ്റെ ഉദാഹരണമല്ല. അൽവാരസിനൊന്നും ആരും അങ്ങനെ നേരിട്ട് റൈവലിന് കൊടുക്കൂല, കുറച്ച് ബുദ്ധിയുള്ളവരാരും കൊടുക്കൂല. അപ്പം എന്താ പറയുക, നമ്മൾ നല്ല ബന്ധത്തിലായതുകൊണ്ട് തന്നെ നമുക്കൊരു 30 മില്യണൊക്കെ മേ ബി സോർലോത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മുടെ ടീമും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. ഓക്കെ, സോർലോത്തിന് 30 വയസ്സായി. സോർലോത്ത് 12ഓളം ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്, 6ഓളം രാജ്യത്ത് കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗോൾ സ്കോററാണ്. പിന്നെ സോർലോത്ത് വരികയാണെങ്കിൽ അവിടെ ഫെറാൻ ഉണ്ടാവും. 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രൊഫൈലായി. ഫെറാനൊക്കെ ഇമ്പ്രൂവ് ആയി, പ്ലസ് സോർലോത്ത് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി ടീം ചിന്തിക്കുന്നത്. മുറിക്കിലേക്ക് പോവുകയാണെങ്കിൽ മുറിക്ക് കളിക്കുന്ന മയോർക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. മയോർക്ക ഇരിക്കുന്നത് ലാലിഗയിൽ 15ാം സ്ഥാനത്താണ്. പക്ഷേ ആൾ 21 ഗോൾ സീസണിൽ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 ഗോൾസ് ബിഹൈൻഡ് എംബാപ്പയാണ് പിച്ചിച്ച് റൈസിൽ മുന്നിൽ നിൽക്കുന്നത് വിത്ത് 23 ഗോൾസ്. തൊട്ട് പിന്നിൽ മുറിക്കുണ്ട് വിത്ത് 21 ഗോൾസ്.
ഓക്കെ, അത് ആ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് വിളിച്ചോതുന്നത്. ആളവിടെ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കറാണ്. പിന്നെ അറിയാലോ, സോർലോത്ത് എപ്പോഴും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പ്ലെയർ അല്ല, അൽവാരസ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം മുറിക്ക് ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കറാണ്, ടോപ്പ് ഫിസിക്കൽ സ്ട്രൈക്കറാണ്. ഫിസിക്കാലിറ്റി എന്താ പറയുക, ഇവനെ പോലെ മറ്റേ മോൺസ്റ്റർ ഫിസിക്കല്ല നമ്മുടെ സോർലോത്തിനെ പോലെ, പക്ഷെ അടിപൊളിയാണ്. ആളുടെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം നൈസായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആള് നിലവിൽ വേൾഡിലെ ബെസ്റ്റ് ഹെഡറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഹെഡറാണ്. ഓക്കെ, നല്ല ടോപ്പ് ക്വാളിറ്റി ഹെഡർ ആള് എപ്പോഴും നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ക്രോസ് വരുന്ന ബോള് കുറച്ച് വൈഡാവട്ടെ, കുറച്ച് വീക്കാവട്ടെ, എന്തും ആവട്ടെ, ആൾ നല്ല സൂപ്പറായിട്ട് ഹെഡ് ചെയ്ത് പോസ്റ്റിലേക്ക് എത്തിക്കും. അത് ആളുടെ വല്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നിട്ട് ഹെഡേഴ്സ് ചെയ്യുക, ഗോളാക്കി മാറ്റുക. ഓക്കെ, ആൾക്ക് 30 വയസ്സാണ് പ്രായം, 31 വയസ്സാണ് പ്രായം. സോർലോത്തിന് 30 വയസ്സാണ് പ്രായം. അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടാളെയും കണക്കാക്കുന്നത് ഒരു ഷോർട്ട് ടേം ഓപ്ഷനായിട്ടാണ്. ഒരു 2-3 വർഷത്തിന് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഷോർട്ട് ടേം ഓപ്ഷനായിട്ടാണ്. നമുക്ക് വേറെ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പറ്റൂലെങ്കിൽ ദിസ് മേക്ക് സെൻസ്. ഓക്കെ, ഫ്ലിക്ക് ഇങ്ങനത്തെ ടൈപ്പ് പ്ലേയേഴ്സിനാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർ ലോ കോസ്റ്റ് ആയിരിക്കും. അപ്പം മേക്ക് സെൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ പാൽമേറാസിൽ നിന്ന് ഒരു പ്ലെയറും നിലവിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ട്വിങ് പ്രൊഫൈലാണ്. അപ്പം ആളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം അതാണ് നമ്മൾ അവിടെ ഇവിടെ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാൽമേറാസ് പ്ലെയറിന് 50 മില്യണൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഇവന് ക്ലിക്കായാലോ എന്ന് വെച്ചിട്ട് ഇപ്പം 50 മില്യണൊക്കെ മുടക്കാനുണ്ടോ അറിയില്ല. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.